റാണി സുമി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് സ്വാദിഷ്ടമായ റവ കേസരി നമുക്കൊന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. കേസരി തയ്യാറാക്കാനായി നമുക്ക് 1 കപ്പ് റവയാണ് വേണ്ടത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ നെയ്യ്, 1/4 ടീസ്പൂൺ ഫുഡ് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാവുന്നതാണ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിനുള്ള നട്ട്സും കിസ്മിസും. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 8 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം. ചെറുതായി കളർ ചേഞ്ച് ആയാൽ മതിയാവും. റവയൊക്കെ ചെറുതായി കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാകണം. വെള്ളം ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളത്തിൽ ഫുഡ് കളർ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളത്തിന് പകരം പാല് ചേർത്തും കേസരി ഉണ്ടാക്കാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം. പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ലൂസാകും. കട്ടയില്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ബാക്കി നെയ്യ് കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.